എൻ്റെ സ്വപ്ന ചിത്രങ്ങൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സിനിമ വൺസ് ഇൻ എ ഡെസർട്ട് എന്ന റഷ്യൻ സിനിമയാണ്. ഒരിക്കൽ മരുഭൂമിയിൽ എന്നതാണ് പേര്. സിനിമ റഷ്യനും അറബിക്കുമാണ് സംസാരിക്കുന്നത്. സിനിമയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം, സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക്, സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം എന്നിവ നൽകുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കൾക്കായി ഈ സിനിമയുടെ ലിങ്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി. സിറിയയിൽ പാൽമിറ എന്ന പൗരാണിക നഗരത്തിൽ വിമതർ വച്ച കുഴി ബോംബുകൾ നിർവീര്യമാക്കുന്നതിനായി റഷ്യയിൽ നിന്നും ഒരു ടീമിനെ ഇറക്കുന്നു. ദിമ എന്ന് വിളിക്കുന്ന ഡിമിട്രി സവന്യോവ് ആണ് അവരുടെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ ടീമിൽ പുതിയ ആളുകളും ഉണ്ട്. അവരെ പഠിപ്പിക്കാനായി അദ്ദേഹം സമയം കണ്ടെത്തി. തിയറി ആൻഡ് പ്രാക്ടീസ്. ജയിച്ചവർക്കെല്ലാം സർട്ടിഫിക്കറ്റ് നൽകും. ടെസ്റ്റിൽ ജയിച്ച പട്ടാളക്കാർ ആഘോഷത്തിലേക്ക് കടന്നു. ഒരു പെൺകുട്ടി വന്ന് തിമയെ പരിചയപ്പെടുന്നു. കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ പേരിൽ ആണ് അവൾ വന്ന് പരിചയപ്പെടുന്നത്. അവൾ സിറിയക്കാരിയാണെങ്കിലും അമ്മ റഷ്യനാണ്, അച്ഛൻ സിറിയയും. പേര് ജാമിയ. അവൾക്ക് റഷ്യൻ ഭാഷ സംസാരിക്കാൻ നല്ലതുപോലെ അറിയാം. അതിനിടയിൽ ദിമ ഒരാളുടെ ഫോൺ കടം വാങ്ങി ജാമർ ഓഫ് ചെയ്ത് മകളെ വിളിക്കുന്നു. പക്ഷേ അവൾ സ്വിച്ച്ഡ് ഓഫാണ്. ആഘോഷം പൊടി പിടിക്കുന്നു. ദിമയെ അവർ വിളിക്കുന്നു. ജാമിയ ദിമയെ പിൻവിളി വിളിക്കുന്നു. ആ സെക്കൻഡിൽ വലിയൊരു ബോംബ് സ്ഫോടനം നടക്കുന്നു. ഓൾമോസ്റ്റ് ദിമയുടെ സംഘം എല്ലാവരും മരിച്ചു പോകുന്നു. ഒരു ഹമീദ് മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ. പരിക്ക് പറ്റിയ ദിമയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ അവൻ പറയുന്നത് ജാമിയയെ കൂടി കൊണ്ടുപോകണം എന്നാണ്. അങ്ങനെ പരിക്ക് പറ്റി അവിടെ കിടന്ന ജാമിയയെ കൂടി അവർ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നു. ദിമയെ കുറ്റവിചാരണ ചെയ്യുന്നു. അവസാനം അവനെ വീട്ടിലേക്കായി പറഞ്ഞയക്കുക എന്നതാണ് വിധി. സ്വന്തം സാധനങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ അവന് ജാമിയയുടെ ഫോൺ കിട്ടുന്നു. അതുമായി അവൻ ജാമിയയെ കാണാൻ ചെന്നപ്പോൾ നേഴ്സ് പറയുന്നത് അവളെ സിറിയൻ ഹോസ്പിറ്റലിലേക്ക് അയച്ചു എന്നാണ്. കുഴിബോംബ് ഇല്ലാതാക്കാനുള്ള പുതിയ ടീം വരുന്നു. ദീമ അവരെ പരിചയപ്പെടുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനറൽ അതിൽ വരുന്നു. ദീമ ജനറലുമായി സംസാരിക്കുന്നു. ജനറൽ പറയുന്നത് പാൽമിറയിൽ അവർ എന്തോ വലിയൊരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. എനിക്കാണ് ഹോംസ് പാൽമിറ റോഡിൻ്റെ ചുമതല. നീ ഇവിടെ തുടരൂ എന്നാണ് ജനറൽ പറയുന്നത്. ദീമയ്ക്ക് അത് ധാരാളം മതിയായിരുന്നു. ആ പുതിയ ടീമിൻ്റെ കൂടെ അവരുടെ ക്യാപ്റ്റനെ തൻ്റെ ക്യാപ്റ്റൻ ആയി അംഗീകരിച്ച് ദീമ യാത്രയാവുന്നു. വഴിയിൽ ഒരു ഗ്രാമത്തിൽ ഗവൺമെൻറ് പട്ടാളവും വിമതരും തമ്മിൽ പോരാട്ടം നടക്കുന്നു. ദീമയെ പാടുപെട്ടാണ് പുതിയ ക്യാപ്റ്റൻ നിയന്ത്രിക്കുന്നത്. അങ്ങനെ അവർ ഡ്യൂട്ടിയുള്ള ഓറഞ്ച് തോട്ടത്തിൽ എത്തുന്നു. പുതിയ ക്യാപ്റ്റനെ അവഗണിച്ച് ദീമ സ്വന്തം നിലയ്ക്ക് ഇൻസ്പെക്ഷൻ നടത്തുന്നു. നെറ്റിയുടെ ഉയരത്തിൽ കമ്പികൾ പാകിയിട്ടുണ്ടെന്ന് ദീമ കണ്ടെത്തുന്നു. അത് തോട്ടം മുഴുവനും ഉണ്ട്. പുതിയ ആൾ അനുമതിയില്ലാതെ പോയതിന് ദീമയോട് ചൂടാവുന്നു. ലാൻഡ് മൈൻ പൊട്ടിക്കാനുള്ള ഒരു വണ്ടി വരുന്നു. അത് തോട്ടത്തിലേക്ക് കയറി എല്ലാം പൊട്ടിക്കുന്നു. അങ്ങനെ അവർ എല്ലാം കഴിഞ്ഞ് സിറിയയിലെ പൗരാണിക നഗരവും കടൽ തീര നഗരവുമായ പാൽമിറയിലേക്ക് എത്തുന്നു. പാൽമിറയിൽ എത്തിയിട്ടും പുതിയ ഉത്തരവ് വരാത്തതുകൊണ്ട് ഫ്രീ ആണ് എല്ലാവരും. ദീപ ഒരു കടയിൽ കയറി മകളെ വീഡിയോ കോൾ ചെയ്യുന്നു. അവൾ ഞാൻ ജോലിയിലാണ് എന്നാണ് പറയുന്നത്. മകളെ നിൻ്റെ കല്യാണം എപ്പോഴാണ് എന്ന് ചോദിച്ചത് കേൾക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. പുതിയ ക്യാപ്റ്റൻ മകൾക്ക് വേണ്ടി ഒരു ഒട്ടകക്കുറ്റിയെ മേടിക്കുന്നു. എന്നിട്ട് വീഡിയോ കോളിൽ മകൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നു.
മകളും അമ്മയും ഒക്കെ വലിയ സന്തോഷം. ഭീമ അത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നു. അവിടെ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്ന അറിയിപ്പ് കിട്ടുന്നു. 2 ക്യാപ്റ്റന്മാരും ഒന്നിച്ച് അവിടെ വർക്ക് ചെയ്യുന്നു. ഭീമ ബോംബിൽ നിന്നും 2 വയർ പുറത്തേക്ക് നീണ്ടു കിടക്കുന്നതായി കാണുന്നു. അതിൻ്റെ അറ്റം ഗേറ്റിന് പുറത്തുള്ള വിമതന്മാരുടെ കയ്യിലാണ്. ഭീമ ഒരാളെ വെടിവെച്ച് കൊല്ലുന്നു. മറ്റേയാളുടെ കയ്യിലാണ് റിമോട്ട് യൂണിറ്റ് ഉള്ളത്. ഭീമ അത് അയാൾ പ്രസ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് ആ കയ്യിൽ അമർത്തിപ്പിടിക്കുന്നു. എന്നിട്ട് അയാളുടെ തലയിൽ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ആ ഓപ്പറേഷൻ സക്സസ് ആവുന്നു. തിരിച്ചെത്തിയ പുതിയ ക്യാപ്റ്റൻ ജനറലിനോട് ഭീമയെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നു. ഇത് ആരെങ്കിലും കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ലെഫ്റ്റനൻ്റ് സമ്മതിക്കുന്നു. അങ്ങനെ കയ്യോടെ ജനറൽ ശിക്ഷ വിധിച്ചു. സ്റ്റാഫിൽ നിന്നും നീക്കം ചെയ്തു. ഭാവി ദൗത്യങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അപ്പോഴും ദീന പറയുന്നത് എനിക്ക് പാൽനുറയിൽ സഹായിക്കാൻ കഴിയും എന്നാണ്. കാത്തിരിക്കാനാണ് ജനറൽ പറയുന്നത്. എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ദീമ മകളെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിൻ്റെ കല്യാണത്തിന് ഞാൻ വരും. പക്ഷേ അത് കേൾക്കാത്ത മട്ടിൽ മകൾ പറയുന്നു, അച്ഛാ ഞാൻ വൈകി. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിറ്റേന്ന് ഒരു സൈനിക നീക്കം നടക്കുന്നു. എവിടേക്കെന്ന് ചോദിച്ചപ്പോൾ അടുത്ത് തന്നെ എന്ന് മറുപടി. പാൽമിറയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കിണർ ഉണ്ട്. വിമതർ അത് നിറച്ച് ബോംബ് വച്ചിരിക്കുന്നു. ഭീമ ഉപദേശം നൽകുന്നു, ആ കിണർ പൊട്ടിച്ച് കളായെന്ന്. അവർ യാത്രയായി. ഗ്രാമത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പൊട്ടിത്തെറിയും അതോടൊപ്പം വെടി ശബ്ദവും തുടർച്ചയായി കേൾക്കുന്നു. ദീന അലർട്ടാവുന്നു. അയാൾ കയ്യിൽ കിട്ടിയ ഫോഴ്സുമായി ഗ്രാമത്തിലേക്ക് തിരിച്ചു. പക്ഷേ താമസിച്ചു പോയി. സുഹൃത്തുക്കളെല്ലാം കൊല്ലപ്പെട്ടു. ക്യാപ്റ്റൻ ഷിറിനെ കാണുന്നില്ല. ആളുകൾ ആരും ഷിബിനെ കൊല്ലപ്പെട്ടതായി പറയുന്നില്ല. പക്ഷേ അയാളുടെ ജാക്കറ്റ് രക്തം പുരണ്ട് കാണുന്നുണ്ട്. കൂടെ അയാൾ മകൾക്ക് വേണ്ടി വാങ്ങിച്ച ആ ഒട്ടക കുട്ടിയും ഉണ്ട്. സിഗിലിൻ്റെ കുടുംബത്തോട് ഇക്കാര്യം പറയേണ്ട ബാധ്യത ധീമയ്ക്കായി. അയാൾ ഷിഗലിൻ്റെ ഭാര്യയോട് പറഞ്ഞു, പിന്നെ മകളോട് പറഞ്ഞു. മകൾ അത് വിശ്വസിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ കള്ളം പറയില്ല എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനെ വീട്ടിലെത്തിക്കുമെന്ന് താങ്കൾ കള്ളം പറയുന്നതാണ്. എൻ്റെ അമ്മ കരയുകയാണ്. എനിക്ക് വാക്ക് തരൂ, എൻ്റെ അച്ഛനെ വീട്ടിലെത്തിക്കുമെന്ന്. അവസാനം ധീമയ്ക്ക് അത് കുടിക്കേണ്ടി വന്നു. ഷിബിലിൻ്റെ ബോഡി വീണ്ടെടുക്കാൻ ഒരു സംഘം ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടു. പക്ഷേ വഴിക്ക് വെച്ച് അവരെ വിമതർ ആക്രമിക്കുന്നു. റോക്കറ്റ് ലോഞ്ചറുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം. ഹെലികോപ്റ്ററിന് തീ പിടിക്കുന്നു. പക്ഷെ അത് കത്തിത്തീരും മുമ്പ് വിമത സേനയിലെ ഏതാണ്ട് മിക്കവാറും ആളുകളെ പട്ടാളം കൊല്ലുന്നു. അതിനു പ്രതികാരമായി 2 വിമാനങ്ങൾ റഷ്യയുടെ ബേസിൽ നിന്നും പുറപ്പെട്ടു. അവ വിമതരുടെ കേന്ദ്രത്തിന് മുകളിൽ എത്തി 2 ബോംബ് ഇട്ടു. അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവരുടെ വണ്ടികളും കത്തിച്ചാമ്പലായി. അങ്ങനെയാണ് റഷ്യ അതിന് പകരം വീട്ടിയത്. അന്ന് കോൺഫറൻസ് കൂടിയപ്പോൾ ഒരു ഓഫീസർ പറയുന്നു, പുതിയൊരു ടീം വന്നിട്ടുണ്ട്. അവർ ബോഡി തരാമെന്ന് പറയുന്നു. എത്ര കൊടുക്കേണ്ടി വരും എന്ന് ധീമ ചോദിക്കുന്നു. ഒന്നും വേണ്ട, എക്സ്ചേഞ്ചാണ്. ഷിജിലിൻ്റെ ബോഡി ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ ഹിദാദി ജോവേണിനെ അങ്ങോട്ട് കൊടുക്കും. ഇത് കേട്ടുകൊണ്ടുവന്ന ജനറൽ പറയുന്നത്, നിങ്ങൾക്ക് പാൽമറയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ കാത്തിരിക്കുന്നത്? അവിടെ പോയി എല്ലാം ശരിയാക്കിയിട്ട് തിരിച്ചു വരൂ. ജനറലിൻ്റെ ഓർഡർ അനുസരിച്ച് ധീമ സ്വന്തം നിലയ്ക്ക് ബോഡി കൊണ്ടുവരാനുള്ള പണിയിൽ ആണ്. സിറിയയിലെ ഫ്രണ്ട് ആയ ഒരു പട്ടാള ഡോക്ടറെ കാണുന്നു. വേറൊരു കാര്യം, വിമതർ പൈസ മേടിക്കാൻ തീരുമാനിച്ചു. ഡോക്ടറും അനിയനും കൂടി ലൈസൻസ് വർക്കുകൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ധീമ ദാമിയയെ കാണാൻ തീരുമാനിച്ചു. അവിടെ വാം വെൽക്കമാണ്. ധീമയും
ജാമിയയും കൂടെ ഭീമയുടെ മകളെ വിളിക്കുന്നു. അവൾ കല്യാണ ചെറുക്കൻ്റെ കൂടെയാണ്. അവൾ പറയുന്നു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അച്ഛാ, വലുതായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഭീമ ജാമിയയെ പരിചയപ്പെടുത്തുന്നു. മകൾ പറയുന്നത്, അച്ഛൻ ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്തയിലേക്ക് പോകും. അങ്ങനെയാണ് അമ്മ പോയത്. മകളും ചെറുക്കനും പോകുന്നു. ആ വീട്ടിൽ വച്ച് ധീമയും ജാമിയയും കൂടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ജാമിയയോട് അയാൾ ചോദിച്ചപ്പോൾ അവൾ എപ്പോഴേ റെഡി. ഷിമിലിൻ്റെ ബോഡി അന്വേഷിച്ച് അവർ വിമതരുടെ കോട്ടയിൽ ചെല്ലുന്നു. ജീപ്പിൽ ഒരു ബോഡിയുണ്ട്, അത് കവർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അവിടെ വച്ച് വിമതർ ധീമയുമായിട്ട് വില പേശുന്നു. അതിൻ്റെ ഒരു നിമിഷത്തിൽ വെടിപൊട്ടുന്നു. പിന്നെ വിമതരെ ധീമയും സംഘവും ഇല്ലാതാക്കും. ജീപ്പിലെ ബോഡി പരിശോധിക്കുമ്പോൾ അത് ഷിബിലിൻ്റെ ബോഡിയല്ല. അവർ തിരിച്ചു പോകുന്നു. അവിടെ നിന്നും കിട്ടിയ ഒരു വിമതൻ്റെ ഫോണിൽ വീഡിയോ ഉണ്ട്. അതിൽ ജാമിത ഉണ്ട്. അതും അവരിൽ ഒരാളായി. ധീമ നേരെ ജാമിനയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ജാമിന ധീമയെ കാത്തിരിക്കുകയാണ്. വിമത വിഭാഗത്തിൻ്റെ ലീഡർ വിളിച്ചു. ഇപ്പോഴും അവർ ഒരു ഡീലിന് റെഡിയാണ്. ജിഹാദി ജോണിനെ കൊടുത്താൽ ക്യാപ്റ്റൻ ഷിബലിനെ അവർ തരും. ധീമ ചോദിക്കുന്നു, ജീവനോടെ? അതെ, ജീവനോടെ തന്നെ എന്ന് ജാമിന പറയുകയും ചെയ്യുന്നുണ്ട്. നാളെ 12 മണിക്ക് ആ വരണ്ട നദീതീരത്ത് ധീമ ജോണിയെയും കൊണ്ട് ചെല്ലണം. ഇതാണ് ലൊക്കേഷൻ എന്ന് അവൾ കടലാസിൽ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് ധീമ അവളോട് ചോദിക്കുന്നു ഈ വീഡിയോനെ കുറിച്ച്. അവൾ പറയുന്നത്, ആദ്യം അവർ എന്നെ കുടുക്കി, ജീവിക്കണം എന്നേ ഉള്ളൂ. ജാമിത കാരണം ജീവൻ കൊഴിഞ്ഞ സംഭവങ്ങൾ ജീമ അവളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് തോക്കെടുത്ത് അവളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. പിറ്റേന്ന് 12 മണി ധീമയും പട്ടാളക്കാരും ജോണിനെയും കൊണ്ട് വരുന്നു. ഡ്രോണുകൾ സ്ഥിതിഗതികൾ വാച്ച് ചെയ്യുന്നുണ്ട്. നദിയുടെ അങ്ങേ അറ്റത്ത് ഒരു വിമതൻ മുഖംമൂടി ഇട്ട ചെറുപ്പക്കാരനുമായി ഉണ്ട്. വിമതൻ കുഴപ്പമില്ല എന്ന് കൈവീശി കാണിക്കുന്നു. ധീമ തോക്ക് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ജോണിയുമായി പതുക്കെ ഇറങ്ങുന്നു. അപ്പോൾ വിമതൻ മറ്റേയാളുടെ മുഖം മൂടി മാറ്റുന്നു. അത് ഷിബിൽ ആണ്. ജോണിയെ ധീമ തള്ളിവിടുന്നു. വിമതൻ ജോണിയെയും കൊണ്ട് പോകുന്നു. ഷിബിലിന് സന്തോഷം ഇല്ല. ധീമ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, എൻ്റെ കോട്ടിൻ്റെ അടിയിൽ ബോംബുണ്ട്. ധീമ, നീ രക്ഷപ്പെട്ടുള്ളൂ. പക്ഷേ അയാൾ അത് കേൾക്കാതെ കോട്ടിൻ്റെ സിപ്പ് ഊരി നോക്കുന്നു. ആ പ്രദേശം മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുള്ള ബോംബ്. പക്ഷേ ധീമ ഒരു വികാരവും കാണിക്കാതെ ബോംബ് നിർവീര്യമാക്കുന്നു. അപ്പോഴാണ് ആ ബോംബിൻ്റെ അടിയിൽ ഒരു ടൈം ബോംബ് വച്ചിരിക്കുന്നത്. 42 സെക്കൻഡ് കഴിയുമ്പോൾ അത് പൊട്ടും. ഓടിക്കോളൂ ധീമ, രക്ഷപ്പെട്ടുള്ളൂ ധീമ എന്നൊക്കെ ഷിബിൽ പറയുന്നുണ്ടെങ്കിലും ധീമ പറയുന്നത്, ഞാൻ ലിഷയ്ക്ക് വാക്കുകൊടുത്താണ് നിന്നെ ജീവനോടെ എത്തിക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചേ ഇവിടുന്ന് രക്ഷപ്പെടൂ എന്ന് പറയുന്നുണ്ട്. ധീമ ഷിബിലിൻ്റെ ഉള്ളിലെ ഡ്രസ്സ് മുകളിലേക്ക് പതുക്കെ ഊരുന്നു. ഷിബിൽ പതുക്കെ ഡ്രസ്സിൽ നിന്നും ഊരി മാറുന്നു. അങ്ങനെ ഷിബിൽ രക്ഷപ്പെടുന്നു. ധീമ അവനോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. ഇനി 12 സെക്കൻഡേ ഉള്ളൂ ബോംബ് പൊട്ടാൻ. അവസാനം ഷിബിൽ ഓടുകയും ധീമയുടെ കയ്യിൽ ഇരുന്ന് ബോംബ് പൊട്ടുകയും ചെയ്യുന്നു. വൺസ് ഇൻ എ ഡെസർട്ട് എന്ന സിനിമ ഇവിടെ അവസാനിക്കുന്നു.